അല്ല അമ്പലത്തിൽ തിരുവാരക്കളി ഉണ്ടോന്ന് തിരുവാരക്കളി ഗംഭീര പരിപാടി. ഞാൻ പറഞ്ഞു ചിന്നേട്ടൻ പറഞ്ഞു പിന്നെ രാജാതിരിയുടെ അവിടെ ഞാൻ പറഞ്ഞു ആവശ്യമില്ല അവിടെ ഇതിന്റെ എവിടെയാണ്? ശിവരാത്രിക്ക് പിന്നെ അവിടെ അല്ലേ ഉണ്ടാവുക ഭയങ്കര ജനാ. ഹായ് ഹായ് മുത്തശ്ശി അമ്പലത്തിലൊക്കെ പോയി വന്നു. ശിവന്റെ അമ്പലത്തിലാണ് പോയത്. വഴിപാടൊക്കെ കഴിച്ചു, പുഷ്പാഞ്ജലി കഴിച്ചു. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോൾ എത്തിയുള്ളൂ. വരകാൻ നോക്കിയാണ് ശർക്കര ഉരുക്കുന്നത് ഈ ചെറിയ ഗ്യാസ് ആകുമ്പോഴേ ഉരുക്കാൻ താമസമാണ്. അപ്പൊ അവിടുന്ന് ഉരുക്കി കൊണ്ടുപോകും. അതെ അതെ ബാക്കിയുള്ളതൊക്കെ ഇവിടുന്ന് കാണിക്കാം. ആയിക്കോട്ടെ. മുത്തശ്ശി സംശയിച്ചു പോയോ? സംശയിച്ചു പോയി. കയ്യില് സംശയം. അപ്പൊ കുറച്ചും കൂടി എടുത്തോണ്ടൊന്ന് ഊറ്റിയൊക്കെ ചെയ്ത് അപ്പൊ അത് ഇതിലിട്ട് കൊടുക്കാം. ശർക്കര പാനിയിലേക്ക് കൂവട്ട് കൊടുക്കുക ചെയ്യാ അല്ലേ? പല്യമാതിരി ചെയ്യാം. അത് ഞാൻ അവിടുന്ന് ഉരുക്കി കൊണ്ടുവന്നതുകൊണ്ടേ ശരിയാ. കുറച്ച് വെള്ളം ഒഴിക്കണം. പഴം നുറുക്കണല്ലേ അമ്മേ? പഴക്കം നോക്കട്ടെ കേട്ടോ. ഇതായിരിക്കും അതിനുണ്ട് നാളികേര ഇടണല്ലോ മുത്തശ്ശിനി. എത്രയൊന്നും പൊടിയെടുത്ത് അറിയാം മുത്തശ്ശിക്ക് അറിയാം. അത്ര വലിയത് അങ്ങനെ ഉണക്കത്ര ആയിട്ടില്ലല്ലോ. നല്ല റെഡിയാക്കിയത്. നല്ല വെയിൽ കുറവാണ്. അപ്പം ഞാൻ ഉണക്കണം. മെഷീനിൽ കൊണ്ടുവന്ന് ഉണക്കിയിട്ട് എന്താ അത്? ക്യൂടെക്സാ? അങ്ങനെ ക്യൂടെക്സ്? പഴക്കം നോക്കട്ടെ. നെയ്യിടുണ്ടമ്മേ? നെയ്യ് ഒടുക്കാം. ഒടുക്കം മുത്തശ്ശി അങ്ങനെ പറയാം. ഒടുക്കം. വലിയ ഇഷ്ടമില്ല. പക്ഷെ നെയ്യിട്ടാല ഒരു നെയ്യ് ഇഷ്ടമാണ്. നെയ്യ് റോസ്റ്റിക്ക്. അല്ലാണ്ട് നെയ്യ് ഇഷ്ടമില്ല. പിന്നെ പണ്ടത്തെ നെയ്യാണ് പറ്റും. നല്ല നാടൻ പശു ഉണ്ടാവില്ലേ? അത് പ്രത്യേക നല്ലൊരു വാസന. അതൊക്കെ ചോറിനും ഇഷ്ടമാണ്. നീ എത്ര നേരം ഇങ്ങനെ കൊടുക്കണം മുത്തശ്ശി? അതത് പറ്റിയതാവണം. കത്തയിൽ വരണം. അമ്മയുടെ സംശയമായിരുന്നു പഴം കൂടുതലാവോ എന്നുള്ളത്. അല്ല ചോദിക്കുക അത്രയല്ലേ ഉള്ളൂ. അമ്മ പറഞ്ഞു നല്ല ഉണ്ടായിക്കോട്ടെ. അതെ ഇടയിൽ ഇങ്ങനെ കടിച്ചു കൊടുക്കാല്ലേ. അതെ മുത്തശ്ശി ഡക്കിനെ പോലെ ഒറ്റക്കാലില നിൽക്കണം. ഒറ്റക്കാലിൽ നിൽക്കുന്ന മുത്തശ്ശി. ഇതിങ്ങനെ കുറുകി വരുന്നുണ്ടല്ലേ ഇപ്പൊ മുത്തശ്ശി? അതെ കണ്ടില്ലേ ആ കത്തയിൽ വരുന്നേ. അതെ 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 ഞാൻ വിചാരിച്ചെന്താ അതെ 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 ഞാൻ എന്താ വിചാരിച്ചറിയത് കുറച്ച് ആയതിനു ശേഷം നാളികേരം ഇട്ടാൽ മതി. പോരല്ലേ അമ്മ അങ്ങനെ വെക്കുന്നില്ലേ? അതേമാതിരി ചെയ്യാം.
അന്ന് അങ്ങനെ വിചാരിച്ചു. പക്ഷെ അന്ന് മുത്തശ്ശി ഉണ്ടാക്കിയപ്പോ അതിന് ശേഷം കിട്ടുന്നത്. രണ്ടും ഇട്ടു കുറച്ച് അതിനകത്തൊന്നും ഇല്ല. ആ ശരിയാ. ഈ നളികേരം ചിരക ഇവിടെ ചിരക ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഇടണമെങ്കിൽ ഇടാം. പഴം തന്നെ നല്ല ഉണ്ടല്ലോ. മതി, നമ്മളല്ലേ ഉള്ളൂ കഴിക്കാൻ. ഒക്കെ മതി. 2 ദിവസം അടിപ്പിച്ച് കഴിച്ചില്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല, കഴിക്കണതിന് കണക്കാ പറയാ മുത്തശ്ശി. കഴിച്ചില്ലേ? അപ്പൊ ഇനിയിപ്പൊ വല്ലാതെ ഇഷ്ടത്തിനും കുഴപ്പമൊന്നുമില്ല. സാധാരണ കഴിച്ചില്ലേ? അതെ. കേട്ടോ 2 ദിവസമായിട്ട് അമ്മ തമാശ പറയണേ. മുത്തശ്ശി എന്താ പറയണ നോക്കാൻ വേണ്ടിട്ട് അമ്മ അതിനനുസരിച്ച് ഇങ്ങനെ പറയാ. ഹലോ ഗായ്, ഇവിടെ വലിയ ഗായ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാ വലിയ ഗായ് ശിവക്ഷേത്രത്തിൽ നിന്ന് വന്നതാണ്. പൂജയൊക്കെ കഴിഞ്ഞു വന്നത്. എന്തായിരുന്നു അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ? ഇന്ന് പോവാറില്ല. ആയിട്ടാണ്. ആയിട്ടില്ല, അവിടെയല്ലേ. അമ്മ അമ്പലത്തിൽ പോയി വരാൻ വൈകി. അല്ല, അമ്പലത്തിൽ തിരുവാതിരക്കളി ഉണ്ടോന്ന്? തിരുവാതിരക്കളി ഗംഭീര പരിപാടി. അവിടെയല്ലേ തിരുവാതിരക്കളി? അതല്ല ശിവക്ഷേത്രം. ഞാൻ പറഞ്ഞു, ചിന്നേട്ടൻ പറഞ്ഞു പിന്നെ രാജാതിരിയുടെ അവിടെ. ഞാൻ പറഞ്ഞു ശിവന്റെ അവിടെ. ഇതിന്റെ എവിടെയാണ്? ശിവരാത്രിക്ക് പിന്നെ അവിടെ അല്ലേ ഉണ്ടാവുക. ഭയങ്കര ജനം. ആ, എങ്ങനെയുണ്ട്? പലഹാരൊക്കെ ഉണ്ടോ? ഗോതമ്പറവേ, പഴവും ഉഴുക്കും പഴമില്ല. ആ കട്ടൻ കാപ്പി ആ അന്ന് നമ്മള് പോയപ്പോ ചുക്ക് കാപ്പി. കാപ്പിയായിരുന്നു. സൂപ്പറായി. ആളതാ ശിവന്റെ അടുത്ത കുട്ടി ശിവനതാ, കുട്ടി ശിവൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ. നമ്മളെ വലിയ ഗ്യാസ് വെച്ചാൽ വേഗാവും അല്ലേ? അപ്പൊ നമുക്കിനി പഴം ഇടാട്ടോ. കുറച്ച് നെയ്യപ്പഴം വെക്കണ്ട വെച്ചാൽ വയ്ക്കാം. രണ്ടു ദിവസം കോട്ടുള്ളിലല്ലേ ഉണ്ടാക്കിയത്. അതാണെന്ന് ഉള്ളിൽ മാറിയത്. ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു. അതേമാതിരി കൊള്ളില്ല തോന്നി. സ്പൂൺ കൊണ്ടൊന്നല്ല കേട്ടോ ഒന്ന് വയ്ക്കണേ. പറയണേ അമ്മേ. അല്ലാതെ മതി 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 മതി. ഇത് വെള്ള ശർക്കരയാണ് അമ്മ ഇങ്ങനത്തെ കളറേ. ആ ഞാൻ ചോദിച്ചു, കഴിഞ്ഞ ദിവസമൊക്കെ നല്ല ബ്രൗൺ കളറായിരുന്നേ. അതും ഇന്നിപ്പോ ശർക്കര വാങ്ങി തരില്ല തോന്നി. ആ 1 കിലോ ശർക്കര വാങ്ങിയിട്ടാണ് ഞാൻ വന്നത്. ഗ്യാസ് കൂട്ടണം കേട്ടല്ലേ? കൂട്ടണോ? ഇനി ഒന്നുകൂടെ കുറുകണല്ലേ മുത്തശ്ശി? ഇനി ഞാനൊന്ന് കട്ടോ. ഇതിപ്പോ ഇരിക്കാൻ മാളുള്ളോണ്ടാണ്. മാളുനെ കുറെ നേരമായി പറയണം വിശക്കുണ്ട്. അപ്പൊ പുഴുക്കുണ്ട്, കഴിച്ചോളൂ. ഉപ്മാവും അതെ. കട്ടൻ കാപ്പി. അച്ചാറുണ്ടോ? മാങ്ങ, നാരങ്ങ ഇല്ലേ? കുട്ടിയുടെ പാട്ട് ഡാൻസ്. ആ, ഓരോ കുട്ടിയുടെ പാട്ട് ഡാൻസ്. മുക്കാല പിന്നെ മുക്കാപ്പില ഡാൻസ് ഒന്ന്. മുക്കാപ്പിലൊന്നും ഉണ്ടാവില്ല. പിന്നെ തിരുവാതിരക്കളി. അങ്ങനെ ഓരോ വിവിധ തരം പരിപാടി. തൊന്നല്ല കൃത്യേ. മാളുവിന് എപ്പോഴും വല്യച്ഛൻ മാളുവിനോട് പറയണ ഒരു സംഭവമാണ്, തുറന്നിടില്ല. ഞാനാണ് ചെക്ക് പുറത്തേക്കാ കിട്ടിണ്ടാവും. ഓടിയിട്ടേ. ഓക്കെ മതി മതി മതി. അല്ലാതെ ഇവിടെ പായസം പോലെ തോന്നും. ടേസ്റ്റ് ഓർമ്മ വരും. മുത്തശ്ശിക്ക് നെയ്യില്ലെങ്കിൽ ഏലക്കായ പൊടിച്ചത്, ചുക്ക് ചുക്കോടി പൊട്ടിച്ചോ. മുത്തശ്ശിയാ പൊട്ടിച്ചെന്നെ. പിന്നെ അതുപോലെ മുത്തശ്ശിക്ക് ചുക്ക് വെള്ളത്തിന് ഏലക്കായ നിർബന്ധ. അവിടെ കൂട്ടിയോ? അല്ല മുത്തശ്ശി, ചുക്കുവെള്ളത്തിന് ചുക്കുവെള്ളത്തിന് ഏലക്കായ നിർബന്ധല്ലേ? മുത്തശ്ശിയുടെ എനർജിയുടെ രഹസ്യമാണ് ഏലക്കായ. ഏലക്കായ ചൂടാണ്. അങ്ങനെ ഏലക്കായ ചുക്കുവെള്ളം കുടിച്ചപ്പോ അതല്ല, പായസം കുടിച്ചാ നമുക്ക് പിന്നെയും വേറെന്തെങ്കിലൊക്കെ. ആയോ മുത്തശ്ശി? മുത്തശ്ശി ആയോ? അതിങ്ങനെ നമ്മളെ കൂവ ഇറങ്ങി ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഇരുന്നൊന്ന് ചൂട് ഒന്ന് പോട്ടെ കഴിക്കാം. അതെ. അപ്പൊ എല്ലാരും ഒരുവിധം എല്ലാരും എന്താ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവൂല്ലോ. അതെ.
ഓരോരുത്തർ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഉണ്ടാക്കിയെന്നുള്ളതൊന്ന് പറയണം കേട്ടോ. ചിലവര് വൈകുന്നേരം പിന്നെ ഉണ്ടാക്കണ രീതി ഒന്ന് പറഞ്ഞിരുന്നേ. അപ്പൊ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും കുറേശ്ശെ കഴിച്ചു നോക്കട്ടെ. അതെ, ആളു കുഞ്ഞാവേ ദാ വേണ്ടേ വിറകിയത്? ഞങ്ങൾക്ക് ചൂടുണ്ടാവും, ചൂടാറുണ്ട് വരും. നമുക്ക് പ്ലേറ്റ് ഇട്ടാൽ മതി. ആ ഇതെന്റെ പ്ലേറ്റാ. പ്ലേറ്റിൽ ഒരു പ്ലേറ്റ് ഒരു പ്ലേറ്റ് അത്ര. ഇതിന്റെ ഞാൻ കഴിക്കാം. പക്ഷെ അത് ഇവിടുത്തെ പ്ലേറ്റ് ആണ് എനിക്കറിയില്ല. അവിടെയും കൂടി ചെറുതൊന്നാണ്. ആ ഇവിടുന്ന് എടുത്താണ്. ഗായ്സ്. ഇവിടെ വലിയ തർക്കാണ്. ഇത് ആരുടെ പ്ലേറ്റ് ആണെന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇവിടെ വലിയ തർക്കാണ്. എന്നാ കുഞ്ഞുവാക്കില്ല മാള് ഇവിടുന്ന് എടുത്താ അത്ര. മുത്തശ്ശി വിചാരിച്ചു മുത്തശ്ശിന്റെ അവിടെ അവിടെ ചെറുതൊന്നാ ഇതിലേറെ കാനം തോന്നുന്നു. ചെറുതൊന്നും ഏത് ഭാഗം കണ്ടാ മുത്തല്ലേ പൊട്ടി. അതെ അതെ. ചിലതൊക്കെ അവിടുത്തെ ചിലതൊക്കെ ഇവിടെയൊക്കെ ഒരേ അമ്മ കഴിക്കണ്ടേ? ആ ഞാൻ കഴിക്കണ്ട്. കുഞ്ഞാനെ കാണിക്കൂ. കുഞ്ഞാവ ഗോതമ്പ് ദോശ ഇങ്ങോട്ട് വരാൻ പറയൂ കുഞ്ഞാവയോട്. ആ മതി പക്ഷേ കുറച്ച് മതി. അതാ അതിലെ എനിക്കിത് എല്ലാവരുടെയും ആയില്ലേ അപ്പൊ? ഞാൻ അത്ര കഴിക്കുന്നുള്ളൂ. അതെ, അപ്പൊ എല്ലാരും എന്നാ കഴിച്ചോളൂ. അപ്പൊ കഴിക്കട്ടെ. ഇത് കുഞ്ഞാവിതാ അതിന്റെ ആണേ. അത് അത് ഇതില്ലേ. അപ്പൊ നീ ഇതാ ഇല്ലോ. ടേസ്റ്റ് ഉണ്ടമ്മേ? ടേസ്റ്റ് ഉണ്ട്. ഇതാ അവിടെ ഒരാൾ ഇരിക്കണ്ട്. ഗോ ഇറങ്ങി ഇത് റെഡി വെച്ചിട്ട്. ഇങ്ങോട്ട് വരൂ പ്രശാന്ത് എന്ന് പറയുന്നത്. പരമേശ്വരൻ ഇങ്ങോട്ട് വരൂ. അതിന് അവിടെ പാത്രം വേണ്ടേ? ഇനി ഇല്ല അവിടെ. പാത്രം വേണ്ടത്ര. അച്ഛൻ അതില് കഴിച്ചോളൂന്ന് പറഞ്ഞു. ഗോതമ്പ് ദോശ കൊടുത്തോളൂ. അങ്ങനെ ഇതാ കുഞ്ഞാവ കൂവ വിറകി ഇത് കഴിക്കണ്ട്. ദോശ കഴിക്കണ്ട് അല്ലേ? അതെന്താ ഇന്ന് കുഞ്ഞാക്ക് വലിയ ഇത് ദോശ കഴിച്ചോണ്ടാണ്. പായസം കേട്ടോ. ആ കുഞ്ഞാക്ക് എത്ര ദോശയാണ്? 2 പ്ലേറ്റിലാണ്. അല്ലേ? ആളുനോട് ഞാൻ കുറുക്ക് കഴിക്കണോ ചോദിച്ചു. അപ്പൊ വേണ്ട ഇതായിട്ട് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാ. ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. മുത്തശ്ശി അമ്പലത്തിൽ പോയി വരുന്നവരെ. എങ്ങനെയുണ്ട് മാളു? കുഞ്ഞാവ് പറയണു. കുഞ്ഞാവ് കഴിച്ചിട്ടില്ല, പക്ഷെ എന്നാലും അടിപൊളി പറയണു. സൂപ്പറാണോ? കുപ്പിയിൽ അടപ്പേ അതാ വലിയച്ഛനതാ. ആ മേലേക്ക് പോവാണ് കുഞ്ഞാവേ. അപ്പൊ പൂവരകലൊക്കെ കഴിഞ്ഞു. ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഗോതമ്പ് ദോശ കഴിച്ചു. അതെ, ഞാൻ കഴിച്ചു. കുഞ്ഞാവ തിരുവാതിര കളിക്കാൻ വേണ്ടി ഉടുപ്പൊക്കെ മാറ്റി മുണ്ടൊക്കെ കൊടുത്തു. അതെ അതെ അതെ. അപ്പൊ ഞാൻ അടുത്ത ഇവരെ കളികളും ഞങ്ങളെ കുറച്ചുള്ള കളികളും അതൊക്കെയാണ് ഇനി. എന്നാ കളിച്ചോളൂ. ആ മുത്തശ്ശിയുടെ കളികളും. പാട്ട് പാടൂ. ഓക്കെ ഓക്കെ റെഡി. പാർവണി എന്ത് പാടാ? അലയിക്കാറില്ല. പിന്നെ ഏതാ? പിന്നെ ഏതാ പാടുണ്ട്? അത് പാടുന്ന തുമ്പി തുമ്പി തുള്ളാൻ വായ അത് മതിന്ന്. അതാണ് വേണ്ടത്. എന്നാ വെല്ലച്ചാ മോളിലാ. വെല്ലച്ചാ മോളില് പേപ്പർ വായിക്കണോ ഗൈസ്? ഇതാ അച്ഛാ എന്നിട്ട് നോക്കൂ. കുഞ്ഞാക്ക് ഒരു തുമ്പിയുടെ പാട്ട് പാടി കൊടുക്കണം അത്രേ. പറഞ്ഞ വെല്ലച്ച അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാ മാളുവിന്റെ കോസ്റ്റ്യൂം റെഡി ആയിട്ടുണ്ട് ഇവിടെ. അങ്ങോട്ട് വരാ അങ്ങോട്ട് വരാ. പാർവണേന്ദു അതോ ഏതാ നിങ്ങക്ക് വേണ്ട പാട്ട് പറയൂ. ഇവിടെ ഞാൻ പാടാൻ റെഡിയാ. അതെ അതെ അതെ. ഗായ്സ് നർത്തകിമാരെല്ലാരും ഓൺ സ്റ്റേജിൽ കയറിയിരിക്കുന്നു. റെഡി വൺ പാർവതി ആൻഡ് പാർട്ടി ഓൺ ദി സ്റ്റേജ്. റെഡി 1
അയ്യോ ആ റെഡി 1 2 ആദ്യം റെഡി 1 2 മുത്തശ്ശി നോക്കിയിട്ട് കളിച്ചാൽ മതി. ഞാൻ എങ്ങനെ ഇവിടുത്തെ പറഞ്ഞു തരാം. റെഡി 1 2 3 സ്റ്റാർട്ട്. വെള്ളത്ത തുടങ്ങി ഇവിടെ കേട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. വെള്ളത്താമരപ്പൂവിൽ മേവുന്ന പുള്ളിമാൻ മിഴിയാളെ നീ വെള്ളത്തിൽ തീരെ തല്ലും പോലെ എന്നുള്ളത്തിൽ വിളയാടുക വാണി നിൻ കൃപ രവും താണു പോകാതെ നിൽക്കണം താണു കേണു വണങ്ങിടുന്നു ഞാൻ വാണി ദേവി സരസ്വതി. കഴിഞ്ഞോ? അത്രല്ലേ? എല്ലാം നിങ്ങൾക്ക് ഒരേ സ്റ്റെപ്പായോണ്ട് ഇതന്നെ ധാരാളമാണ്. അപ്പൊ നമ്മളുടെ തിരുവാതിരത്തെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. ഉറങ്ങണവരൊക്കെ എല്ലാവരും നന്നായിട്ട് ഉറങ്ങിക്കോളൂ. അതെ 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 കുട്ടികളെ ചിരിച്ചിരിച്ച് മടുത്തു കുറച്ചേരായി കുട്ടികളെ ചിരിക്കാൻ തുടങ്ങിയിട്ട്. കാരണം കിട്ടാൻ നിൽക്കുകയാണ്. അതെ അതെ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും ബൈ കൊടുത്തോളൂ. അതെ നാളെ തിരുവാതിരയുടെ 2ാം ഭാഗമാണ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.